നമ്മുടെ ഹാഫ് ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണ്ടൻ്റെ ഒക്കെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് സ്റ്റാർ, അതുപോലെ ഹാർട്ട് ഷേപ്പ്, പിന്നെ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. അല്ലാന്ന് വെച്ചെങ്കിൽ നമ്മൾ ചൂടായിട്ടുള്ള ഓവനിൽ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതെല്ലാം നമ്മുടെ കേക്കിൻ്റെ മുകളിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഫോണ്ടനിൽ ചെയ്തിട്ടുള്ള ഗ്രാസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് അവിടെ ഫിക്സ് ആയിക്കോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ആനിമൽ സ്റ്റിക്കേഴ്സും കൂടി വെച്ച് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ പേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ, ആനിമൽ സ്റ്റിക്കേഴ്സ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫോണ്ടൻ്റെ ഡെക്കറേഷനും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു ജംഗിൾ തീമിൽ വരുന്ന ഒരു കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് കസ്റ്റമർ റെഫറൻസ് പേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ആനിമൽ സ്റ്റിക്കേഴ്സും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഈ വർക്ക് ചെയ്യായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതൊന്ന് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയിമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.